ശ്രീമതി മേരി ജോർജ്, ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ വേണ്ട വിധത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ട് ദുരന്ത നിവാരണ ഫണ്ട് വിനിയോഗിക്കുന്നില്ല എന്ന് ഹൈക്കോടതി പോലും സംശയം പ്രകടിപ്പിക്കുകയാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ കേന്ദ്രം നൽകുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാത്തിനും കേരളം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? അത് സ്വന്തം വീഴ്ച മറിക്കുന്നതിന് വേണ്ടിയാണോ അല്ലയോ? മിസ്റ്റർ മഞ്ജുഷ്, ഇവിടെ നമ്മുടെ എക്സ് MP മിസ്റ്റർ സമ്പത്തും വളരെ വൈകാരികമായിട്ട്, അത് പക്ഷേ ജനപക്ഷത്ത് വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടലിൽപ്പെട്ട ആ ജനപക്ഷത്ത് നിന്നാണ് അദ്ദേഹം വൈകാരികത കാണിച്ചത്. അതുപോലെ തന്നെ ശക്തമായ വൈകാരികതയാണ് മിസ്റ്റർ ശങ്കുട്ടി ദാസും കാണിച്ചത്. അത് പക്ഷേ BJP ഗവൺമെൻറ്റിൻ്റെ ഭാഗം സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ മിസ്റ്റർ ശങ്കുണ്ണി ദാസിനെ അഭിനന്ദിക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞ കണക്കുകളൊക്കെ ഞാനും നോക്കി മനസ്സിലാക്കി ഇവിടെ അവതരിപ്പിക്കണമെന്ന് വിചാരിച്ച് കൂട്ടിവെച്ചിരുന്നതാണ്. അതുകൊണ്ട് കൃത്യമായ കണക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഒരു വ്യത്യാസം ചൂണ്ടിക്കാണിക്കാനുള്ളത്, അതായത് ഇവിടെ പറഞ്ഞതിൽ നിന്ന് മിസ്റ്റർ സമ്പത്തോ മിസ്റ്റർ ശങ്കുട്ടി ദാസോ പറയാത്ത ഒരു വ്യത്യാസം ചൂണ്ടിക്കാണിക്കാനുള്ളത്, കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ SDRF ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കണം ആദ്യം എന്നാണ് പറയുന്നത്. അതായത് കേന്ദ്രത്തിന് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ 2219 കോടി രൂപയുടെ സാങ്ഷനായി വരുന്നതിന് മുൻപ് നമുക്ക് ആവശ്യമുള്ള ഫണ്ട് SDRF ഫണ്ടിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പല വട്ടങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് തമിഴ്നാടിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. തമിഴ്നാടിന് 944.80 കോടി കൊടുത്തു എന്ന് പറയുന്നു ഫെങ്കൽ ചുഴലിക്കാറ്റിൻ്റെ ഇതിനായിട്ട്. അത് തമിഴ്നാട്ടിൻ്റെ SDRF ഫണ്ടിൽ നിന്നാണ് അവരെടുത്തിരിക്കുന്നത്. അതായത് കേന്ദ്രം അനുമതി കൊടുത്തു, അങ്ങനെ എടുക്കാൻ അവര് ആ ഫണ്ട് എടുത്തു. അതായത് ആ മുഴുവൻ തുകയും ഈ ഒറ്റ ഡിസാസ്റ്ററിന് വേണ്ടി ചെലവഴിക്കാൻ പറ്റുമോ? ശ്രീമതി മേരി ജോർജ്, ഒരു സംശയം, ഈ തുക മുഴുവനും ഈ ഒറ്റ ഡിസാസ്റ്റർ നേരിടുന്നതിന് വേണ്ടി, ചുഴലിക്കാറ്റ് ഉണ്ടായ നാശനഷ്ടങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ? കാരണം അത് സംസ്ഥാന ഫണ്ടിലേക്കാണല്ലോ പോകുന്നത്, അത് മറ്റ് ദുരന്തങ്ങൾക്ക് കൂടി, അവരുടെ ദുരിതാശ്വാസത്തിന് വേണ്ടി കൂടി ഉപയോഗിക്കേണ്ടി വരില്ലേ? അതെ, തീർച്ചയായിട്ടും മഞ്ജുഷ്. പക്ഷേ സംഭവിച്ചതിന് ഉത്തരം കണ്ടെത്തിയിട്ടല്ലേ ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതിന് വേണ്ടി കരുതി വെക്കേണ്ടത്? ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കൈയിലും സംഭവിച്ചത് ജൂലൈ 29 ലേറ്റ് നൈറ്റിൽ, ജൂലൈ 30 ഏർലി മോർണിംഗ് സംഭവിച്ച ആ മഹാദുരന്തം, അതിൻ്റെ കഷ്ടപ്പാടുകൾ ഇപ്പോഴും, അതാ കോടതി ഏറ്റവും ആദ്യം പറഞ്ഞത്. കേന്ദ്രവും സംസ്ഥാനവും രണ്ടു കൂട്ടരെയും, കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് കോടതി. അതായത് കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പഴിചാരി ആ ജനതയെ, അതായത് ദുരന്തത്തിൽപ്പെട്ട് പട്ടിണിയിലും കഷ്ടപ്പാടിലും അലയുന്ന ആ ജനതയെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടരുത് എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്ന് വെച്ചാൽ രണ്ടു കൂട്ടർക്കും, കേന്ദ്രത്തിനും ഒരു നല്ല അടിയാണ് കോടതി കൊടുത്തത്, സംസ്ഥാനത്തിനും അടിയാണ് കൊടുത്തത്. സംസ്ഥാനത്തിൻ്റെ കെടുകാര്യസ്ഥത അത് കോടതി തീർച്ചയായിട്ടും കരുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന, അതും കേന്ദ്രത്തിൻ്റെ ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് പരാമർശിച്ചു. പക്ഷേ ശംഖു ഇവിടെ പറഞ്ഞത് ഈ പറയുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് അതവിടെ ചെല്ലാതെ എങ്ങനെ കേന്ദ്രത്തിന് സഹായം നൽകാൻ പറ്റും കേരളത്തിനായി പ്രത്യേകിച്ച് എന്നാണ് ചോദ്യം വരുന്നത്. അതാണ് ശംഖുവിന്റെ ഡിഫൻസ്. അത് ചെന്നത് നവംബർ 13 അത്രേ. അത് മഞ്ജുഷ് അത് തന്നെ ഞാൻ അതിലേക്ക് വരുന്നു. ശംഖു തന്നെ പറഞ്ഞല്ലോ, ഓഗസ്റ്റ് മാസം നമ്മളൊരു റിപ്പോർട്ട് കൊടുത്തു കേരളം. ആ കൊടുത്തതിന് ശേഷമാണ് ഈ IMCT ഫോം ചെയ്യുന്നതും വളരെ കൃത്യമായ മാനദണ്ഡങ്ങളോടുകൂടി എങ്ങനെയാണ് ഒരു ദുരന്തത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, എന്തൊക്കെ നോംസാണ് വേണ്ടത് എന്നതൊക്കെ തീരുമാനിക്കുന്നതെന്ന് ശംഖു പറഞ്ഞു. അത് ശരിയാണ്. അപ്പോൾ നമ്മൾ ഓഗസ്റ്റിലൊരു റിപ്പോർട്ട് കൊടുത്തു, ഒരു ആവശ്യത്തിൻ്റെ ഒരു കഥ കൊടുത്തു. അത് പക്ഷേ 214 കോടി രൂപയുടെയോ മറ്റെയാണ്. അത് അപ്പോൾ തന്നെ എല്ലാ മാധ്യമങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ വിമർശിച്ചിരുന്നു. കാരണം അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും വ്യക്തതയുള്ളതായിരുന്നില്ല.
അല്ല, ഒരു മെമ്മോറാണ്ടം ആയിരുന്നു. ഇതിലൊരു മെമ്മോറാണ്ടം അത് പക്ഷേ അത് വിവാദമാവുകയും വഴി ചെയ്തിട്ടുണ്ട്. പറയാൻ പറ്റില്ല. പക്ഷേ 202 കോടി രൂപ അതെ. 1200 ടീച്ചർ ഒറ്റ സെക്കൻഡ് ചെയ്തിരുന്നു. വലിയ തോതിൽ വിവാദമായിരുന്നു മഞ്ജുഷ്. നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ ഓഗസ്റ്റ് 17 ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് നിവേദനം നൽകിയിരുന്നത്. അതാണ് നമ്മൾ നൽകിയ ആദ്യത്തെ നിവേദനം. അതെ അതെ, ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് ഈ 2219 കോടിക്ക് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ നിവേദനമാണ് IMCT നിലവിൽ വന്നതിന് ശേഷം അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ നവംബറിൽ കൊടുത്തിരിക്കുന്ന നിവേദനം. അതുകൊണ്ടായിരിക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പ്രിയങ്ക ഗാന്ധി വദ്രയോട് അതിനെപ്പറ്റി സംസാരിച്ചത്. താമസിച്ചാണ് കിട്ടിയത് എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം കിട്ടിയ മെമ്മോറാണ്ടം അദ്ദേഹം തള്ളിക്കളഞ്ഞിരിക്കാം. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്. അതും കൂടി അദ്ദേഹം സൂചിപ്പിക്കണമായിരുന്നു. കാരണം നിങ്ങൾ 4 മാസമായിട്ടാണ് ഇത് തരുന്നത് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്തെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും ഒരു മന്ത്രിക്ക്, ഒരു കേന്ദ്രമന്ത്രിക്ക് അവകാശമില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പറയപ്പെട്ട നേരത്തെ സംഭാവന എന്നൊരു വേർഡ് ശങ്കുട്ടിദാസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. അത് കോൺസ്റ്റിറ്റ്യൂഷണലാണ്, ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡിൽ പെട്ടതാണ് എന്നതുകൊണ്ട് മാത്രവുമല്ല, ജനങ്ങളുടെ നികുതി പണമാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ SDRFൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഷെയർ ആകട്ടെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഷെയർ ആകട്ടെ, രണ്ടും ജനങ്ങളുടെ നികുതി പണമാണ്. നികുതിയേതര വരുമാനത്തിൽ നിന്ന് എടുക്കുന്ന പണമാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. എവിടെ ചെലവഴിക്കണമെന്ന് മാത്രം തീരുമാനിക്കാനാണ് നോംസ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇവിടെ തന്നെ മിസ്റ്റർ രാജൻ, മന്ത്രി രാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറൊന്ന്, അതായത് ഈ പറയപ്പെട്ട ഒരു ഫണ്ടിലും വരേണ്ടാത്ത ഒരു കാര്യമുണ്ട്. അതായത് ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിലെ കടബാധ്യത എഴുതി തള്ളുക. കേരള ബാങ്കിൻ്റെ കടബാധ്യത സംസ്ഥാന ഗവൺമെൻറ് എഴുതി തള്ളി. അതുപോലെ പബ്ലിക് സെക്ടർ ബാങ്കിൽ നിന്ന് എടുത്തിരിക്കുന്ന വായ്പകൾ എഴുതി തള്ളാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമില്ല. പക്ഷേ ആ അധികാരം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശുപാർശ പ്രകാരം അതത് ബാങ്കുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി ചെയ്യാവുന്നതാണ്. അത് കേന്ദ്രത്തിന് നേരത്തെ ചെയ്യാമായിരുന്നു. അതിന് IMCTRൻ്റെ നോംസ് ഒന്നും വരേണ്ട കാര്യമില്ല. പക്ഷേ കേന്ദ്രം അത് നടത്തിയില്ല. അപ്പോൾ കേന്ദ്രത്തിന് വലിയ അവഗണന കേരളത്തോട് ഉണ്ട് എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. കാരണം നമ്മുടെ SDRF ഫണ്ടിൽ, തമിഴ്നാടിൻ്റെ SDRF ഫണ്ടിലുള്ളത് അതുപോലെ ഫണ്ടില്ലാത്തത് കൊണ്ട് അല്ലല്ലോ, തമിഴ്നാട്ടിനാണല്ലോ കൂടുതലായിട്ട് ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശ ഉള്ളത് അല്ലേ കേരളത്തിൽ? അങ്ങനെയാണ്. അതെ അത് തന്നെ അതിൻ്റെ നോംസ് അനുസരിച്ചാണ്. ഫിനാൻസ് കമ്മീഷൻ നോംസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടി വരും, കേരളത്തോടും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളോടും മൊത്തം അവഗണനയുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ടായിരുന്നു 2015 ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട്. ഇനി 16 ധനകാര്യ കമ്മീഷൻ ഫോം ചെയ്യുമ്പോൾ അത് റെക്ടിഫൈ ചെയ്യാനുള്ള നടപടികൾ എടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ 15 ധനകാര്യ കമ്മീഷൻ കേരളത്തോട് മാത്രമായി അവഗണന കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ആ അവഗണനയുടെ ഭാരം പേറേണ്ടി വന്നവരാണ്. ഒരുപക്ഷെ കേരളത്തെക്കാൾ കൂടുതൽ അതിൻ്റെ ഭാരം ഏറ്റുവാങ്ങിയത് കർണാടകയാണ് എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും ഈ ഇപ്പോൾ ഈ ചുഴലിക്കാറ്റിന്റെ കാര്യത്തിൽ എന്തായാലും ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് തന്നെയാണ് തമിഴ്നാടിന് സഹായം നൽകിയിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. അതിലിപ്പോൾ ശ്രീമതി മേരി ജോർജ് പറഞ്ഞ കാര്യത്തിൽ ശ്രീ എ സമ്പത്ത് മറുപടി പറയേണ്ട കാര്യം, സംസ്ഥാന ഫണ്ടിൽ പണം ഇരിക്കുകയാണല്ലോ 677 കോടി രൂപ. അത് വിനിയോഗിക്കുന്നതിൽ എന്തുകൊണ്ടൊരു മാനദണ്ഡമില്ല എന്നുള്ള വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട് ശ്രീമതി മേരി ജോർജ്. അതിൽ നിന്ന് ഇപ്പോൾ എടുത്ത് എന്തുകൊണ്ട് പുനരധിവാസം സാധ്യമാക്കുന്നില്ല എന്നാണ്. ഇപ്പൊ തമിഴ്നാട് ഫണ്ട് എടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ് അവിടെ. പറഞ്ഞോളൂ മഞ്ജുഷേ, ഒരു പോയിന്റോടെ ഞാൻ പറഞ്ഞോട്ടെ. ഒരു പോയിന്റ്, അതായത് ഈ സംസ്ഥാന ഗവൺമെന്റ് SDRF ഫണ്ട് എടുത്തുപയോഗിക്കാം. പക്ഷേ ഫണ്ട് ഉണ്ടോ? അതാണ് അന്വേഷിക്കേണ്ടത്. CAG റിപ്പോർട്ട് എടുത്തു നോക്കുക. വകമാറ്റി ചെലവഴിക്കലാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല ധർമ്മമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.
CAG റിപ്പോർട്ട് ഈ കഴിഞ്ഞ 31 മാർച്ച് 31 പുറത്തുവിട്ട CAG റിപ്പോർട്ട് എടുത്ത് നോക്കുക. വകമാറ്റി ചെലവഴിക്കൽ. അപ്പോൾ ഈ SDRF ഫണ്ട് നേരത്തെ തന്നെ വകമാറ്റി ചെലവഴിച്ചിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് അതിൻ്റെ ഫിനാൻസ് ഓഫീസർക്ക് എത്ര എമൗണ്ട് ഉണ്ടെന്ന് പോലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അതാണ് പോയിന്റ്. 677 കോടി എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം ഫിനാൻസ് ഓഫീസർക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഹൈക്കോടതി ആവശ്യപ്പെട്ടതാണ് ഇന്ന് വന്ന് വിശദീകരണം നൽകാൻ. എന്തുകൊണ്ട് കഴിഞ്ഞില്ല ശ്രീ എ സമ്പത്ത്? അതാണ് കോടതി ചോദിച്ചത്. പാസ്ബുക്കിൽ ഉണ്ടായിരിക്കും, പക്ഷേ അക്കൗണ്ടിലുണ്ടോ എന്ന്. മഞ്ജുഷേ, എൻ്റെ അമ്മയും കോളേജ് പ്രൊഫസറായിരുന്നാണ്. അതുകൊണ്ട് ടീച്ചറോടുള്ള എല്ലാ ബഹുമാനത്തോടുകൂടി ഞാൻ ചോദിക്കട്ടെ, ടീച്ചറെ, CAG റിപ്പോർട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ SDRF ഫണ്ട് വകമാറ്റി ചെലവ് ചെയ്തു എന്ന്? ടീച്ചർ ഇങ്ങനെ പറയുമ്പോൾ ടീച്ചർമാരിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുക, ഞങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ. ടീച്ചറുടെ വായിൽ നിന്ന് ഇത്തരത്തിൽ വരുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം. ടീച്ചർ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം. അതായത് വിവിധ വകുപ്പുകളിലെ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നു എന്നും അവിടെ ഓഡിറ്റിംഗ് നടത്താൻ, ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്താൻ അനുവദിക്കുന്നില്ല എന്നും ഓഡിറ്റേഴ്സ് അസോസിയേഷൻ പറയുന്നു, CAG പറയുന്നു. ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നില്ല, വകമാറ്റി ചെലവഴിക്കുന്നത് കണ്ടുപിടിക്കാതിരിക്കാൻ എന്നാണ് പറയുന്നത് മിസ്റ്റർ സമ്പത്ത്. ആ CAG റിപ്പോർട്ടുകൾ താങ്കളൊന്ന് വായിക്കുക. ടീച്ചറെ, ഞാനും ഒരു എക്കണോമിക്സ് വിദ്യാർത്ഥി ആയിരുന്നു, നിയമം മാത്രമല്ല. ടീച്ചറോട് എൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം, പോയിന്റ് ബ്ലാങ്ക് ആയിട്ടുള്ള ചോദ്യം, CAG റിപ്പോർട്ടിൽ SDRF ഫണ്ട് വകമാറ്റി ചെലവ് ചെയ്തു എന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. അത് ടീച്ചർ പറഞ്ഞല്ലോ, അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള പരാമർശം ഡിപ്പാർട്ട്മെന്റുകളിൽ അങ്ങനെ നടന്നിട്ടുള്ളൂ. അല്ല, പക്ഷേ ടീച്ചർ അതില്ല, ടീച്ചർ അതിനെ കൊണ്ട് അല്ലല്ല, ടീച്ചർ അതിനെ കൃത്യമായിട്ട് പറയുന്നു. അതല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഫിനാൻസ് ഓഫീസർക്ക് കോടതിയിൽ വന്ന് വീഴ്ച നിൽക്കേണ്ടി വന്നത്? അല്ല, അതിപ്പോ മഞ്ജുഷേ, എവിടെങ്കിലും മലയുന്ന പശുവിനെ പിടിച്ചു കൊണ്ടുവന്ന് SDRF ഫണ്ടിന്റെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കെട്ടണ്ട. ഇത് കോടതി കോടതി ചോദിച്ചാൽ കോടതിയിൽ 12-ാം തീയതി പറയുന്നുണ്ട്. ഇത് ഒരാഴ്ച സമയം വേണോ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫിനാൻസ് ഓഫീസർക്ക് ഈ ഫണ്ടിൽ, ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് പറയാം? ഒറ്റ ക്ലിക്കിൽ കിട്ടുന്ന കാര്യമല്ല. ഒറ്റ ക്ലിക്കിൽ അത് കിട്ടേണ്ട കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, ഈ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ രാജ്യത്ത് വന്നത് 14/8/2024 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ നമ്മൾ ഈ പറയുന്ന ഇതനുസരിച്ച് മഞ്ജുഷ നേരത്തെ പറഞ്ഞല്ലോ, ഈ പോസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അസസ്മെന്റ്, അതെ, ആ നീഡ് അസസ്മെന്റിന് എന്തിനാ ഇതെല്ലാം മഞ്ജുഷിന് വേണമെങ്കിൽ ചോദിക്കാം. മഞ്ജുഷിന്റെ മുമ്പിലിരിക്കുന്ന ലാപ്ടോപ്പിൽ വെച്ചിട്ട് അറ്റ് ദ ക്ലിക്ക് ഓഫ് എ ഫിംഗർ എന്നുള്ള നിലയിലേക്ക് വൈകിയില്ല. കാരണം അതെന്താ കാര്യം എന്ന് പറയാം. എപ്പോഴാണ് ജോഷിമഠിലെ ദുരന്തത്തിന് എത്ര ദിവസവും ആഴ്ചകളും മാസങ്ങളും എടുത്തു കൊടുക്കാൻ? തെലങ്കാന എത്ര ദിവസം കൊടുക്കേണ്ടി വന്നു ഇത്തരം കാര്യത്തിന്? ഇതേ കാര്യത്തിൻ്റെ തന്നെ സിക്കിമിന് എത്ര നാൾ വേണ്ടി വന്നു? ഇതിൻ്റെ കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വെച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഏത് സംസ്ഥാനത്തായാലും ഇത്തരത്തിലുള്ള ഭീകരമായ ദുരന്തങ്ങൾ ഉണ്ടായാൽ ആ അതാത് സംസ്ഥാനത്തെ മാനദണ്ഡം മറ്റൊന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇവിടെ ഈ 4 ലക്ഷം രൂപയ്ക്ക് പോലും ഒരു ചെറിയ വീട് കെട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു കാലത്ത് 1.25 ലക്ഷം രൂപയ്ക്ക് റീഹാബിലിറ്റേഷൻ ഇത് നടത്തി അങ്ങ് പൂർത്തീകരിക്കുക. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടല്ലോ, നിങ്ങളത് ചെയ്തോളൂ എന്നുള്ള നിലയിലേക്ക് ഞാൻ ടീച്ചർ പറഞ്ഞതിനകത്ത് ടീച്ചറോടുള്ള ബഹുമാനത്തോടുകൂടി തന്നെ പറയട്ടെ, തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് കാട്ടുന്നതായിട്ടുള്ളൊരു അവഗണന എന്നുള്ളത് അവഗണന തന്നെയല്ലോ. എന്തുകൊണ്ടാണ് അവഗണന വരുന്നത്? രാഷ്ട്രീയം എന്നുള്ളതും അതിനപ്പുറമായിട്ടുള്ള എന്താണ്, നമ്മൾ വികസന കാര്യങ്ങളിൽ നമ്മൾ നേടിയിട്ടുള്ള ചില പുരോഗതികളുണ്ട്. അത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ധനകാര്യ കമ്മീഷന്റെ അവഗണന കേരളത്തോട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ അത് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്ത വിഷയമാണ്. ധനവിഹിതത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ അതല്ലല്ലോ. ഇവിടുത്തെ ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറയുന്നത് ടീച്ചർ സ്പെസിഫിക് ആയിട്ട് ചോദിച്ച ഒരു കാര്യമുണ്ട്. ദുരന്ത നിവാരണ ഫണ്ടിൽ എത്ര തുകയുണ്ടെന്ന് സംസ്ഥാനത്തെ ഫിനാൻസ് ഓഫീസർക്ക്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫിനാൻസ് ഓഫീസർക്ക് കോടതിയിൽ പോയി പറയാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾ അത് ഏത് രീതിയിൽ എടുക്കണം? ശ്രീ എ സമ്പത്ത്, അത്ര ലാഘവത്തോടെ എന്തായാലും കാണാൻ കഴിയുകയില്ലല്ലോ ഈ വിഷയത്തെ. ഞാൻ ഫൈനാൻസ് ഓഫീസർ കോടതിയിൽ പറഞ്ഞില്ല എന്നുള്ളതിനേക്കാൾ ഞാൻ കാണുന്നത് ലാഘവത്തോടു കൂടിയെന്നല്ല, ഇന്ത്യ ഗവൺമെൻറ് കേരളീയോട് ക്രൂരതയോടുകൂടി പെരുമാറുന്നു എന്നുള്ളത് മാത്രമേ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രധാനമന്ത്രി ഇവിടെ വന്നല്ലോ. പ്രധാനമന്ത്രി വന്നതിന് ശേഷം, ഇവിടെ നിന്ന് പോയതിന് ശേഷം ഒരു പൈസയെങ്കിലും ഇവിടെ ഇതിന് പ്രത്യേകമായി പ്രഖ്യാപിച്ചോ? ഇല്ലല്ലോ. പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ പോയിട്ട് കണ്ടിട്ട് SDRFിൽ നിന്നാണ് എടുത്തത് എന്ന്. തമിഴ്നാട്ടിന് വരാൻ പോവുകയാണ് പ്രത്യേക പാക്കേജ് ഇല്ലേ, ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് കേരളത്തിന് നൽകിയതുപോലെ ആ SDRF അല്ല, അടുത്ത് വേറെ വരാൻ പോകുന്നതിനെ സംബന്ധിച്ച് സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് 2000 കോടിയാണ്. അതെ, നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് 2200 കോടിയാണ്. അതെ, നമ്മുടെ പറഞ്ഞോളൂ.
അദ്ദേഹത്തിന്റെ ഇടയിൽ എനിക്ക് ഇടപെടാലോ. ഞാൻ പറയുന്നത് അദ്ദേഹം ഇടപെട്ടിരുന്നല്ലോ. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ്, PMDRF-ൽ നിന്നാണ് മരിച്ചവർക്ക് 2 ലക്ഷവും പരിക്കേറ്റവരുടെ കുടുംബത്തിന് 50,000 കൊടുത്തത്. 3,28,50,000 രൂപ അനുവദിച്ചത് PMDRF-ൽ നിന്നാണ് കേട്ടോ. PMDRF-ൽ നിന്ന് 675 കോടിയിൽ നിന്ന് 7.5 കോടി രൂപ മാത്രമേ ഇതുവരെയും ചെലവഴിച്ചിട്ടുള്ളൂ.